അപ്പോൾ നമ്മൾ 6 വരെയാണ് എടുത്തത് അല്ലേ? 7. 7 6 എടുത്ത് 7 ഇനിയിപ്പോൾ എടുക്കേണ്ടത് 7. അതായത് ഒരു വ്യക്തി ദുഃഖിക്കുന്നത് ചിന്തയിലാണ്. ആ ചിന്ത ദുഃഖത്തിന് കാരണമാണ് എന്നത് കഴിഞ്ഞ് വീണ്ടും ആ ചിന്തയിൽ ഞാൻ ദേഹമാണ്, ഞാൻ അന്ധക്കരണമാണ്, ഇത്തരം മിഥ്യാകൽപ്പനകൾ. അതുകൊണ്ട് ചിന്തയിൽ എങ്ങനെയാണ് ദുഃഖമുണ്ടാകുന്നത് എന്നാണ് അടുത്തത് കാണിച്ചത്. അപ്പൊ ചിന്തയിൽ ദുഃഖം വരാതിരിക്കണമെങ്കിൽ ഞാൻ കേവലമായ ബോധമാണെന്ന് സദാ സർവദാ ഓർമ്മ നിൽക്കണം. അതിനിടയിൽ എപ്പോഴെങ്കിലും അബോധം നഷ്ടപ്പെട്ടാൽ ദുഃഖമായി. ഇനി അത് വേറൊരു തരത്തിൽ ചിന്തിക്കാം. ജീവൻ മുക്തന് ഞാൻ എന്ന് ചിന്തിക്കരുത് എന്നുള്ളത് കൊണ്ട് ചിന്തിക്കാതെ തന്നെ ഇരിക്കണം എന്നല്ല. ചിന്തയ്ക്കൊരു പുതിയ മാനമുണ്ട്. എല്ലാം ഞാനാണെന്ന് ചിന്തിക്കും. എഴുത്തച്ഛനും ഇത് പറഞ്ഞിട്ടുണ്ട്. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം, ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഹേ നാരായണ, വരദ, ആനന്ദചിന്മയ, ഹേ ഹരേ, ഹേ ഗോപികാരമണ, ഇതെല്ലാം ഒറ്റ പേരാ. എഴുത്തച്ഛൻ്റെ ഭക്തിയുടെ ഒരു പ്രത്യേകതയാണ്. അത് കാര്യമുള്ളതൊരു അല്പേ ഉള്ളൂ. പക്ഷെ ബാക്കി മുഴുവൻ ഈ പേര് വിളിക്കുന്നതാണ്. എപ്പോഴെങ്കിലും അദ്ദേഹം ഭക്തിയുടെ തലങ്ങളിലെത്തിയാൽ ഭാവദൂകതയിൽ ആറാടും. അതുകൊണ്ട് പലപ്പോഴും ആ ഭക്തിയില്ലാതെ എഴുത്തച്ഛൻ്റെ കൃതികളെ സമീപിക്കുന്നവർക്ക് അർത്ഥം പിടികിട്ടാതെയും വരും. അങ്ങനൊരു തലമുണ്ട്. കാരണം ഇതിലത് മറഞ്ഞു നിൽക്കും. ഭക്തിയുടെ ആ കയത്തിൽ മറഞ്ഞു നിൽക്കും. അതിനകത്ത് പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം. ഈ ഭൂമിയിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ അഖിലം ഞാൻ എന്ന വഴി തോന്നണം. വൈശ്വാനര ദർശനത്തിന്റെ വലിയൊരു തലമാണ് ആ ചൂണ്ടിക്കാണിച്ചത്. വിരാട് വിശ്വസങ്കല്പത്തിന്റെ. അങ്ങനെയാണ് അറിയേണ്ടത്, അല്ലാതെ അറിയാൻ ഇടയാവരുത്. എപ്പോഴെങ്കിലും ഞാൻ എന്നൊരു ഭാവം ഉണ്ടായാൽ എല്ലാം ഞാനാണ് എന്ന് ഭാവിക്കണം. എന്തിനെ സമീപിക്കുമ്പോഴും അയാളിൽ ഞാൻ കാണണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. വേറൊരു മാനദണ്ഡത്തിൽ ജീവിത പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, ദ്വന്ദ്വങ്ങളില്ലാതിരിക്കാൻ അപരനിൽ അവനവനെ കാണാൻ തുടങ്ങിയാൽ സുഖമായി. അപ്പോൾ അപരൻ ഇല്ലാതാവും. അപരൻ ഞാൻ തന്നെയാവും. അങ്ങനെ വരുന്ന ഒരവസ്ഥയുണ്ട്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. ഇങ്ങനൊരു പൂർവപക്ഷം തന്നിട്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എങ്കിൽ അവൻ ഇവൻ എന്നറിയുന്നതെല്ലാം ആദിമമായൊരാത്മരൂപമാണെന്ന് ബോധിക്കണം. ഈ ബോധ്യം, എല്ലാം ഞാനാണെന്നുള്ള തോന്നൽ, ആ സർവലോക മൈത്രി സംഭവിച്ചു കഴിഞ്ഞാൽ ഭേദബുദ്ധിയില്ല. ഭേദങ്ങളെല്ലാം ദുഃഖമാണ്. അഭേദകൽപ്പനയിൽ ദുഃഖമില്ല. അങ്ങനെയുള്ള
ആ തലത്തിലേക്ക് ഉള്ള വികാസമാണ് അടുത്ത ശ്ലോകം. നോക്കാം. ആ ബ്രഹ്മസ്തംഭപര്യന്തം അഹമേവേതി നിശ്ചയീ നിർവികൽപശുചിശാന്തഃ പ്രാപ്തവിനിർവൃതഃ. ആ ബ്രഹ്മസ്തംഭപര്യന്തം അഹമേവേതി നിശ്ചയീ നിർവികൽപശുചിശാന്തഃ പ്രാപ്തവിനിർവൃതഃ. ആ ബ്രഹ്മസ്തംഭപര്യന്തം അഹം ഏവ അസ്മി ഇതി നിശ്ചയീ നിർവികൽപഃ ശുചിഃ ശാന്തഃ പ്രാപ്തവിനിർവൃതഃ ഭവതി. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ ആ ബ്രഹ്മസ്തംഭപര്യന്തം, ചെറുതു മുതൽ വലുതുവരെ എന്ന് ഉള്ളതിൻ്റെ ഒരു സൂചനയാണ്. അഹമേവ സകലതിലും, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാറ്റിലും അഹമേവ ഞാൻ തന്നെ, വേറൊന്നില്ല. ഇതി എന്ന്, അസ്മി ആകുന്നു, ഞാൻ തന്നെ ആകുന്നു എന്ന് നിശ്ചയിച്ചിരിക്കുന്നവൻ, ഉറപ്പായവൻ, നിർവികൽപഃ നിശ്ചിന്തനും, ശുചിഃ ശുദ്ധനും, ശാന്തഃ ശാന്തനും, പ്രാപ്തവിനിർവൃതഃ ലാഭാലാഭ ചിന്ത ഇല്ലാത്തവനും ഭവതിയാകുന്നു. ഇതാണ് ജീവൻ മുക്തിയുടെ ലക്ഷണം. കുറേ പഴകോട്ട് നിങ്ങൾ ചിന്തിച്ചാൽ, കുറേ പുറകോട്ട് പോയാൽ ജീവിതം ഇങ്ങനെ ആയിരുന്നു എന്ന് കാണാം. ഇന്നല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നത്. കുറച്ച് പുറകോട്ട് പോയാൽ മതി, വളരെ കുറച്ച് പുറകോട്ട് സഞ്ചരിച്ചാൽ കാണാം. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിലേക്ക് നിങ്ങൾ പോയാൽ ഒരുമാതിരി മുതിർന്നവർക്കൊക്കെ നല്ലപോലെ ബോധ്യപ്പെടുന്നതായിരുന്നു. വിദ്യാഭ്യാസം കൂടുകയും പഠനങ്ങൾ വരികയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് മാറിയതെന്ന് മാത്രമല്ല, അത് ഏറ്റവും മോശമായൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് അതേപടി ശാസ്ത്രവും കൊണ്ടുവന്ന് ഇതിനെയൊക്കെ രക്ഷിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആചാരമില്ലാതെ ശാസ്ത്രങ്ങൾക്ക് രക്ഷിക്കാനാവില്ല. അതാണ് ശാസ്ത്രവും ആചാരവും തമ്മിലുള്ള വ്യത്യാസം. ആചാരത്തിന് അതിൻ്റെ അനുഷ്ഠേയതയിൽ ശാസ്ത്രം ജീവനായി കിടക്കും. ശാസ്ത്രത്തിന് അനുഷ്ഠേയത എന്ന ആചാരമില്ല. ഇതാണ് ഭൗതിക ശാസ്ത്രവും ആചാരവും തമ്മിലുള്ള വ്യത്യാസം. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. അനുഷ്ഠാനങ്ങൾ ഒരു ദർശനത്തിൻ്റെ പിൻബലമുള്ളതായിരിക്കും. അത് ആചാരരൂപേണ നൽകിയ ഒരു മനുഷ്യസ്നേഹിയും ഒരു ദാർശനികനും അതിൻ്റെ പ്രയോജനം സാർവലൗകികമാണെന്ന് കണ്ടെത്തിയവനും അതിൻ്റെ പിന്നിലുണ്ടാവും. ആചരിക്കുന്നവന് അതറിവുണ്ടാവില്ല. അറിഞ്ഞാൽ ഒരുപക്ഷെ അവൻ ആചരിച്ചെന്ന് വരില്ല. ഒന്ന്, വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ അപൂർവം മനുഷ്യസ്നേഹികൾ ഒഴിച്ചെല്ലാവരും താങ്ങളുടെ പ്രയോജനത്തിനാണ് അത് ഉപയോഗിക്കുന്നത്.
എനിക്ക് പ്രയോജനമില്ലാത്ത എൻ്റെ ചുറ്റുമുള്ള പ്രകൃതിക്ക് പ്രയോജനം വരുന്ന ഒന്ന് ഞാൻ അനുഷ്ഠിക്കില്ല. അറിവ് വന്നാൽ അതനുഷ്ഠിക്കാൻ അറിവല്ല വേണ്ടേ, അവയോടുള്ള പാരസ്പര്യമാണ് വേണ്ടത്. മനസ്സിലായില്ല? 2, എനിക്ക് ഇന്ന് പ്രയോജനമില്ല, നാളെ എനിക്കും ലോകത്തിനും പ്രയോജനം വരുന്നതാണ്, അതും ഞാൻ അനുഷ്ഠിക്കില്ല. അപ്പോ എനിക്ക് പ്രയോജനം ഇന്നുള്ളതേ ഞാൻ അനുഷ്ഠിക്കൂ. ഒരു ശാസ്ത്ര സത്യത്തെ അനുഷ്ഠേയമാക്കുന്നത് അതിൻ്റെ ദാർശനിക സവിശേഷതയെ പലപ്പോഴും അറിയാതെയാണ്. പിന്നെ അതിൻ്റെ വിശദീകരണമാണ് ഭൗതികശാസ്ത്രം. ന്യൂട്ടന്റെ കണ്ടുപിടുത്തത്തിന് മുമ്പും മാവിലെ മാങ്ങയും തെങ്ങിലെ തേങ്ങയും താഴോട്ട് തന്നെയാണ് വീണത്. മനസ്സിലായില്ല? നിങ്ങളുടെ ഭാവം കണ്ടാൽ അതിനു മുമ്പ് ഇതൊക്കെ മുകളിലോട്ട് പോയി തോന്നുന്നു. ആ വീഴുന്നതിനൊരു വിശദീകരണം മാത്രമേ ന്യൂട്ടൺ നൽകിയുള്ളൂ. വിശദീകരണം കൊണ്ട് ഈ വീഴ്ച മാറിയില്ല. മനസ്സിലായോ പറഞ്ഞാലെന്നറിയാം. എന്നാൽ ജീവശാസ്ത്രപരങ്ങളായ ചില സങ്കേതങ്ങൾ വ്യക്തമായി വിശദീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അത് ശാസ്ത്രമാണെന്നും കണ്ടുപിടുത്തമാണെന്നും പരക്കെ സമ്മതിച്ചപ്പോൾ അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ച ഒരു ജനത, അവർ അറിവുള്ളവരാണെന്ന് ആദ്യം അംഗീകരിച്ചപ്പോൾ ആ അംഗീകാരമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിലൂന്നി അതുവരെ നിലനിന്നു വന്ന 1000 ശാസ്ത്രയുക്തങ്ങളായ ആചാരങ്ങൾ ലോകത്തു നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. ശരിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു 1000 ഉദാഹരണവും കാണും. ഒരു ശാസ്ത്ര സത്യത്തെ അത് ശ്രൗതമായി തെളിയിക്കുന്നതിന് മുമ്പ്, അത് സ്മാർത്ഥമായി തെളിയിക്കുന്നതിന് മുമ്പ്, അത് ആചാരപരമായി തെളിയിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകളിലൂടെ അത് പരീക്ഷിച്ചറിയുന്നതിന് മുമ്പ് ഒരു വ്യക്തി തനിക്കറിയാമെന്ന ഭാവേന പറയുന്ന കാര്യങ്ങൾ അവയ്ക്ക് ശാസ്ത്രത്തിൻ്റെ പിൻബലം നൽകിയാൽ, അത് ശാസ്ത്രമാണെന്ന് ഒരുപറ്റം ആളുകൾ അംഗീകരിച്ചാൽ, അയാൾക്കതിൻ്റെ സ്ഥാനമാനങ്ങൾ നൽകിയാൽ, ആ ശാസ്ത്രത്തിൽ നിന്ന് വ്യതിരിക്തങ്ങളായ കാര്യങ്ങൾ ആ ശാസ്ത്രകാരനോ അയാളെ പിൻപറ്റി വരുന്ന ആളുകളോ അയാൾ പറഞ്ഞതെന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തവനാണെങ്കിൽ കൂടി അയാളുടെ പടവും അയാളുടെ ദർശനങ്ങളിൽ ചിലരെഴുതിയ പ്ലക്കാർഡുകളുമായി നീങ്ങിയാൽ അവരെയൊക്കെ ലോകം അംഗീകരിക്കുകയും
അവർ അനാചാരമെന്ന് പറയുന്ന ആചാരങ്ങളെ നൂറ്റാണ്ടുകളിലൂടെ കൊണ്ടു നടന്നവയാണെങ്കിൽ പോലും സന്ദേഹമില്ലാതെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം ചിന്തിക്കാൻ ഈ ജനത തയ്യാറാവില്ല. എപ്രകാരമാണോ അവർ മുമ്പ് അതുപോലൊരുത്തനെ വിശ്വസിച്ച് ഇതനുഷ്ഠിച്ചത്, അതേപോലെ തന്നെ ഇവനെ വിശ്വസിച്ചത് വലിച്ചെറിയുകയും ചെയ്യും. ഇതാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രലോകത്ത് ആനുഭൗതികമായി അറിയുന്നവരും ശാസ്ത്രലോകത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിയുന്നവരും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ലോകം ഈ രണ്ടു കൂട്ടരിലൂടെയുമല്ല നിലനിൽക്കുന്നത്. ലോകത്തിന് പരീക്ഷിക്കാൻ നേരമില്ല, അനുഭൂതിക്ക് വേണ്ടി പ്രയത്നിക്കാൻ നേരമില്ല. അങ്ങനെയുള്ളവരാണെന്ന് ആരാലെങ്കിലും അംഗീകരിച്ചാൽ സൂര്യന് കീഴിൽ ഏത് വിഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞാലും സ്വന്തം മനസ്സിലും സ്വന്തം യുക്തിയിലും സ്വന്തം അനുഭവത്തിലും സ്വന്തം പൂർവികരുടെ ജീവിതാനുഭവങ്ങളിലും ചേർത്ത് വെച്ച് നോക്കാൻ പോലും മെനക്കെടാതെ വിഴുങ്ങാൻ തയ്യാറുള്ളവരാണ് പഠിപ്പുള്ളവരായവർ കൂടി. ശരിയല്ല, ഒട്ടും ശരിയല്ല. ഇവിടെ പ്രതിബദ്ധതയുണ്ടാവേണ്ടത് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കാണ്. അവർ പ്രതിബദ്ധതയും സാമൂഹിക വികാസവും ഉള്ളവരല്ലെങ്കിൽ അത്തരം ജന്മം കൊണ്ട് ലോകമെന്നും വിഷമവൃത്തത്തിൽപ്പെടുകയും ചെയ്യും. ഇതിനുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഈ ശ്ലോകം. ഒരുവന്റെ ശാസ്ത്രവികാസം, ഒരുവന്റെ അനുഭൂതിയുടെ വികാസം അവ ജീവൻ മുക്തിയിൽ എങ്ങനെ തിരിച്ചറിയും, എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം സ്വീകരിക്കാൻ. ഇത് പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു രംഗത്ത് അപ്രതിമമായൊരു ബുദ്ധിശക്തിയോ കർമ്മശേഷിയോ ജീവിത നിർവഹണത്തിൽ വിജയമോ ഉണ്ടായാൽ അത് പരക്കെ അംഗീകരിക്കുന്ന ഒരു മാധ്യമ വികാരം ഉൾക്കൊണ്ടാൽ അയാൾക്ക് തികച്ചും അജ്ഞേയങ്ങളായ ലോകങ്ങളെക്കുറിച്ചുള്ള വികലങ്ങളായ അറിവുകളെപ്പോലും പൂർണ്ണതയെന്ന് അംഗീകരിക്കുവാൻ ലോകം തയ്യാറാവും. പൂർണ്ണമായി തയ്യാറാവും. ഒരാചാരം രൂപപ്പെട്ടു വരുന്നത് നൂറ്റാണ്ടുകളിലൂടെയാണ്. അതനുഷ്ഠിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനന്ദം അബോധത്തിൽ, ഉപബോധത്തിൽ
ഉണ്ടെങ്കിൽ അത് ബോധപ്രക്രിയയിലുണ്ടാകുന്ന ആനന്ദത്തെക്കാൾ സൂക്ഷ്മവും ആചാരം ബോധപ്രക്രിയയുടെ വ്യാഖ്യാനത്തെക്കാൾ സുതാര്യവും അനുഷ്ഠേയവും സത്യവുമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കാം. ബോധയുക്തികളുടെ തലങ്ങളിലാണ് ദൃശ്യശാസ്ത്രങ്ങളുടെ മാനമേയങ്ങൾ സഞ്ചരിക്കുന്നത്. ശരിയല്ല, ശരിയല്ല. അതൊരു മനുഷ്യന്റെ പ്രാണന്റെ, ഒരു മനുഷ്യന്റെ അറിവിന്റെ, ഒരു മനുഷ്യന്റെ സമഗ്രമായ ജീവിതത്തിന്റെ 4% മാത്രമേ ഉൾക്കൊള്ളുന്നുമുള്ളൂ. ഒരുവൻ അവന്റെ ജാഗ്രത്തിന്റെ അനുഭൂതികളെക്കാൾ അനുഭവസമ്പന്നനും അറിവുള്ളവനും ആയിത്തീരുന്നത് സ്വപ്നങ്ങളിലാണ്. അതുകൊണ്ട് ജാഗ്രത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഒരപഗ്രഥനത്തിൽ അവൻ അവനോട് തന്നെ നീതി പുലർത്തുന്നുവോ എന്ന് ആലോചിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രലോകത്തെ വലിയൊരു പ്രഹേളികയാണിത്. ഈ ചോദ്യം ആരോ മുമ്പ് മാർക്സിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം സർവ്വരാജ്യ തൊഴിലാളികൾ സംഘടിക്കാൻ ഇഷ്ടപ്പെട്ട ആ മനുഷ്യസ്നേഹി സ്വന്തം മകളെ ഒരു നീഗ്രോ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടു. ചരിത്രത്തിലെ വലിയൊരു പ്രഹേളികയാണ്. അത് വായിച്ചറിഞ്ഞാൽ പൂമൂടൽ കേരളത്തിലൊരു വിഷയമാവില്ലായിരുന്നു. വ്യക്തി എന്നത് ജാഗ്രത മാത്രമാണെന്ന് അഭിമാനിച്ചാണ് ആളുകൾ സംഭാഷണം ചെയ്യുന്നു. ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഞാനും ഇവിടെ നിന്ന് സംസാരിക്കുന്ന നിങ്ങളും ജാഗ്രതയിൽ എന്തൊക്കെ സംസാരിച്ചാലും നിങ്ങളെ ഞാനോ എന്നെ നിങ്ങളോ പിന്തുടരാത്തിടത്തോളം കാലം അതിന്റെ സമഗ്രതയ്ക്ക് ഉറപ്പില്ല. മനസ്സിലായില്ല? പക്ഷെ നിങ്ങളെ പിന്തുടരുന്ന ഒരു നിങ്ങളുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും നിങ്ങളുടെ മുമ്പേ പോകുന്ന ജാഗ്രത് ബോധത്തിന്റെ പിമ്പേ ഗമിക്കുന്ന ഒരു പദവിന്യാസമുണ്ട്. കേട്ടിട്ടുണ്ടോ പദവിന്യാസം? കേട്ടിട്ടില്ല. ആ പദവിന്യാസം കേട്ടിട്ടുണ്ടോ? മുമ്പേ ഗമിക്കുന്നവന്റെ പിമ്പേ ഗമിക്കുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷൻ. ഉപനിഷത്ത് ഇങ്ങനെയാ പറയാ. കേട്ടിട്ടില്ല? 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 നിങ്ങൾ ഇവിടെ നിന്ന് കാര്യമൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ സാക്ഷിയുണ്ട്. പിന്നീട് നിങ്ങളൊരു പ്രവർത്തനത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചത് കേട്ട ഈ സാക്ഷിയുടെ കാൽപെരുമാറ്റം പുറകിലുണ്ടാവും. മനസ്സിലായില്ല? നിങ്ങളുടെ മനസാക്ഷിയുടെ കാൽപെരുമാറ്റം. ഒരുവൻ അവന്റെ ജീവിതകാലത്ത് സമ്പാദിക്കുന്ന അറിവിൽ നിന്ന്
ആ കാൽപെരുമാറ്റം വേറിട്ടല്ലാതായാൽ അവന്റെ അന്തർസംഘർഷം മുഴുവൻ തീരും. അറിവില്ലായ്മയല്ല, അറിവിന്റെ വ്യത്യസ്ത മാനങ്ങൾ തമ്മിലുള്ള അന്തർസംഘർഷമാണ് എന്നും അറിവുള്ളവനെന്ന് നടിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നത്. അങ്ങോട്ടേക്ക് തന്നെയാണ് അവൻ എല്ലാവരെയും ആനയിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. അതിനു പകരം ആ കാൽപെരുമാറ്റം ഒന്ന് കേൾപ്പിക്കണമെങ്കിൽ അവൻ വൈശ്വാനരയാഗത്തോളം വികസിക്കണമെങ്കിൽ അവൻ സ്മൃത്യധിഷ്ഠിതവും ശ്രുത്യധിഷ്ഠിതവും ആചാരാധിഷ്ഠിതവുമായി ചിന്തിക്കണം. അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ആചാരങ്ങൾ അനേക നൂറ്റാണ്ടുകളിലൂടെ രൂപാന്തരപ്പെടുന്നതാണെന്നും എന്റെ അറിവിന് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളുടെ പ്രസക്തി മാത്രമേയുള്ളൂ എന്നും ഞാൻ തിരിച്ചറിയണം. ഞാൻ ഇന്നലെ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചു. അനേക സംവത്സരങ്ങളിലൂടെയുള്ള അറിവ് അവരിൽ കിടന്നത് എൻ്റെ ബീജത്തിലെ അറിവായി കിടക്കുമ്പോൾ ഞാൻ ജനിച്ചു. എൻ്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എൻ്റെ ആന്തരികമായ ആ അറിവ് തെറ്റാണെന്ന് പറയുമാറ് പുതുതായി ഉണ്ടായപ്പോൾ ആ പഴമയോട് വിട പറയുവാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. ആധുനികമായ ആ അറിവുകളിൽ എനിക്ക് മമതയുണ്ടായി. അത് ഞാൻ പഠിച്ചു. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ആ പഠനങ്ങളെ അവലംബിച്ച് നൂറ്റാണ്ടുകളിലൂടെ വന്നതിനെ ആ ജനത ആചരിക്കുന്ന സംസ്കൃതികളിൽ ചേർത്തുവെച്ച് നോക്കി. അവ അവർക്ക് ആനന്ദം തരുന്നുണ്ടോ? അവ അവരെ സമാധാനചിത്തരാക്കുന്നുണ്ടോ? അവ അവരുടെ കുടുംബ ബന്ധങ്ങളെ ഈടുവയ്പ്പുകളിലൂടെ നിലനിർത്തുന്നുണ്ടോ? അവ ആ ദേശത്തെ ഒന്നിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? അവ വളർച്ചയിൽ യുദ്ധങ്ങളില്ലാത്ത മാനവ പ്രകൃതിയെ നൽകുന്നുണ്ടോ? ഇന്ന് ഞാൻ അതിനിടയിലേക്ക് അവയെ നശിപ്പിക്കുന്ന ഒരു സന്ദേശത്തെ കൊടുത്തുവിട്ടാൽ അവിടെ യുദ്ധങ്ങളുടെ വിത്തിടുമോ? അവിടെ കുടുംബങ്ങൾ താറുമാറാകുമോ? അവിടെ മാനവ സ്നേഹം നഷ്ടപ്പെടുമോ? എന്നെല്ലാം ചിന്തിച്ച് അറിവിന്റെ സമഗ്രതയിൽ നോക്കിയിട്ട് വേണം ഇത് പെട്ടി തുറന്ന് പുറത്തേക്ക് വിടാൻ. വിട്ടാൽ ഇന്നലെ വരെ അവർക്ക് കിട്ടിയ ആനന്ദത്തെക്കാൾ കൂടുതൽ കിട്ടണം. കുറഞ്ഞു പോകരുത്. ഈ പ്രതിബദ്ധത പാലിക്കുന്നില്ലെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ പൂർവന്റെ പദവിന്യാസ ശബ്ദം എന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളിലെല്ലാം ഉണ്ടാവും. അത് ആന്തരികമായ ദുഃഖത്തിന് വഴിമരുന്നിടുകയും ചെയ്യും. ആചാരം നല്ലതെന്നോ ചീത്തയെന്നോ വ്യക്തി തീരുമാനിക്കുന്നതിനേക്കാൾ അതിൽ അവരെ ആനന്ദിപ്പിക്കുന്ന ഘടകം തീരുമാനിച്ചെടുത്തിട്ട് വേണം നേരിടാൻ. ആചാരമെന്നത് എല്ലാം എന്നങ്ങെടുത്തുള്ളത്. അതിൽ ദുരാചാരവും സദാചാരവും ഒക്കെ പെടും. ആനന്ദത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ ദുരാചാരത്തിൽ ആനന്ദമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സ്നേഹത്തിന് കഴിയും, ശാസ്ത്രത്തിന് കഴിയില്ല. ആചരിക്കുന്നവന്റെ അഹന്തയെ ശാസ്ത്രജ്ഞാനിയുടെ അഹന്ത ഏറ്റുമുട്ടുമ്പോൾ ശാസ്ത്രവും ദുരാചാരവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എപ്പോഴെങ്കിലും ശാസ്ത്രത്തിന് മേൽ ദുരാചാരം വിജയം വരിച്ചാൽ ശാസ്ത്രം എന്നേക്കുമായി മൺമറയും. ദുരാചാരിക്ക് സ്നേഹത്തിന്റെ സംഭാവിതങ്ങളായ ലോകങ്ങളില്ല. ശാസ്ത്രജ്ഞന് സ്നേഹമുണ്ടാകേണ്ടതാണ്. എന്തിനാണ് ശാസ്ത്രം? അത് ലോക നന്മയ്ക്കാണെങ്കിൽ നിസ്സംഗനായ അവൻ
അവന്റെ മമതയ്ക്കല്ലെങ്കിൽ, അവന് കിട്ടുന്ന ലാഭത്തിനല്ലെങ്കിൽ, ശാസ്ത്രത്തിന് മാത്രമാണ് അവൻ പറയുന്നതെങ്കിൽ എന്തിനവൻ കോപിക്കണം? ചോദ്യം മനസ്സിലായില്ല. ദുരാചാരിക്ക് അവൻ ചെയ്യുന്ന ദുരഭിഷ്ടകളുടെ ഫലമായി ലഭിക്കുന്ന നേട്ടങ്ങൾ വച്ചിട്ടാണ് അവൻ കോപിക്കുന്നത്. അവന്റെ കോപത്തിന് പിന്നിൽ ന്യായമുണ്ട്. ശാസ്ത്രകാരന്റെ കോപം അന്യായമാണ്. ആ കോപിച്ച് യുദ്ധത്തിന് തയ്യാറാകുന്ന എതിർക്കുന്നവനെ എതിർത്തൊരു യുദ്ധത്തിൽ ഒരിക്കലും അവൻ പരിണമിച്ചിട്ടല്ല മരിക്കുന്നത്. ഞാൻ നന്മയുടെ ലോകത്തും നിങ്ങൾ തിന്മയുടെ ലോകത്തും നിന്ന് അറിവില്ലാതെ തിന്മയിൽ മാത്രം നിലകൊണ്ട നിങ്ങൾ എന്നോട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങളെ അറിവിലേക്ക് വരുത്തുവാൻ എന്റെ ശാസ്ത്രജ്ഞാനം കൊള്ളില്ലെന്നും നിങ്ങളെ കൊന്നേ പരിഹാരമുണ്ടാക്കൂ എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തോളം പരാജയമുള്ള മറ്റൊന്നില്ല. അത് ദുരാചാരത്തേക്കാൾ അപകടകാരിയാണ്. നോ നോ എന്തുകൊണ്ട് നിങ്ങളിൽ സാർവലൗകികമായ എന്റെ ചിന്തയുടെ ദാർശനിക കാരുണ്യം കയറ്റിവെച്ചുകൂടാ? ശാസ്ത്രം എപ്പോഴെങ്കിലും നിങ്ങളുടെ ദുരാചാരത്തിന് പകരം സദാചാരനിഷ്ഠമായ ഒരു നന്മയെ പ്രതിഷ്ഠിക്കുകയും നിങ്ങളെ പരിണമിപ്പിക്കുകയും ചെയ്താൽ ശാസ്ത്രത്തിന്റെ ആ വിജയം ലോകത്തിൽ സദാചാര ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ പര്യാപ്തമാവുകയും ആയിരങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആ പരിണാമത്തിന്റെ സുഖമനുഭവിക്കുന്ന നിങ്ങൾ അതിന്റെ പ്രചാരകനായി രംഗത്ത് വരുമ്പോൾ ശാസ്ത്രവികാസം അന്യൂനമായിരിക്കും. ദുരാചാരിയെങ്കിലും ശാസ്ത്രം നിങ്ങളെ ഹിംസിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ ഹിംസ കഴിയുമ്പോൾ അവന്റെ അബോധത്തിലെ കാരുണ്യമുണർന്നാൽ അവൻ പോലും ശാസ്ത്രത്തിന് വിരുദ്ധനായി വരും. എതിരെ ഇതാണ് ഇതിന്റെ പ്രചാരകന്മാർ അറിയാതെ പോയത്. മതത്തിന്റെ പ്രചാരകന്മാരും ശാസ്ത്രത്തിന്റെ പ്രചാരകന്മാരും മനുഷ്യസ്നേഹത്തിന്റെ ഈ വിശ്വവശ്യമായ ലോകം കാണാതെ പോയിട്ടുണ്ട്. ശരിയാണെന്ന് സമ്മതമാണ്, വെറുതെ സമ്മതിക്കുന്നതല്ല, ബോധ്യപ്പെട്ടിട്ടാണ്. ലോകത്തിന്നോളം നടന്ന എല്ലാ യുദ്ധങ്ങളും മതപരമാകട്ടെ ശാസ്ത്രീയമാവട്ടെ, അമ്പിലും വില്ലിലും തുടങ്ങി മഴുവിലും കൈക്കോടാലിയിലും തുടങ്ങി മനുഷ്യൻ നടത്തിയ എല്ലാ ഏറ്റുമുട്ടലുകളും അവിടെ നിന്നിങ്ങോട്ട് സർവശാസ്ത്രങ്ങളുടെയും അകമ്പടിയോടുകൂടി സർവായുധ ഭാവങ്ങളോടുകൂടി നിലകൊള്ളുന്ന ആധുനിക യുദ്ധങ്ങൾ ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളും ശാസ്ത്രത്തിന്റെ പരാജയത്തെ വിളിച്ചോതുന്നവയാണ്. മതങ്ങൾ കത്തിയും കൂടവും എടുത്ത് നടത്തിയ യുദ്ധങ്ങളൊക്കെ മതപരമായ ചിന്തകളിൽ നിന്ന് ശാസ്ത്രം ആചാരങ്ങളെ ഭത്സിച്ചു വളർത്തിയെടുത്ത ശാസ്ത്രത്തിന്റെ ഭാവുകങ്ങളിൽ ശാസ്ത്രകാരന്റെ പിൻബലത്തോടെ ഇന്ന് ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും ഇന്ന് മതം ഭരണത്തിന്റെ കോടരങ്ങളിൽ ഒതുങ്ങി നിന്ന് തൽക്കാല ആവശ്യങ്ങൾ നേടാൻ വെമ്പുന്നതേയുള്ളൂ. മതത്തെ പിന്തള്ളിയ ശാസ്ത്രലോകം ഭരണാധികാരിക്ക് മുകളിൽ നിന്നുകൊണ്ട് ജൽപ്പിച്ച് യുദ്ധങ്ങൾ ഉണ്ടാക്കുകയാണ്. ശാസ്ത്രവും മതവും തമ്മിൽ മത്സരിച്ചത് ഈ സ്ഥാനത്തിനു വേണ്ടി മാത്രമാണ്. ശരിയല്ല, മനുഷ്യനാശത്തിനു വേണ്ടി മാത്രമാണ്. ഏത് അന്വേഷണത്തിന്റെയും ഏത് കണ്ടെത്തലിന്റെയും മുന്നോട്ടുള്ള പോക്ക്
ആചാരങ്ങളെ നവീകരിക്കുകയും അത് ശാസ്ത്രയുക്തമാക്കുകയും അത് ആനന്ദപ്രദമാക്കുകയും ചെയ്യേണ്ടതിന് പകരം ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു നിലയിൽ കണ്ടെത്തിയതിൽ നിന്ന് അജ്ഞേയമായ എല്ലാ നിലകളെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്ന അവസ്ഥ ഭാരതീയരിൽ ഇത് കൂടുതൽ കാണാം. വളരെ കൂടുതലായി കാണാം. ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ ക്രിക്കറ്റിൽ അപ്രതിമനായിരിക്കാം. അയാൾക്ക് ആ ക്രിക്കറ്റിനെ കുറിച്ചുള്ള അറിവ് പൂർണ്ണവുമായിരിക്കാം. പക്ഷെ നിങ്ങൾ അയാളെ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ആ രംഗത്തെക്കുറിച്ച് യാതൊന്നും അറിയുന്നയാളല്ല. മനസ്സിലായില്ല? യാതൊന്നും അറിയുന്നയാളല്ല. അയാൾ വന്നാൽ മാത്രമേ ഈ ഹോസ്പിറ്റൽ ഉത്തരോത്തരം വളരട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ രോഗികൾ ഉണ്ടാകട്ടെ എന്നാണ് ആശംസ. അപ്പോൾ ഒരു രംഗത്ത് അപ്രതിമനായി എന്നുള്ളത് കൊണ്ട് സമഗ്രമായ അറിവ് കിട്ടണമെന്നില്ല. ജീവലോകങ്ങളുടെ വർഗസ്വഭാവത്തെപ്പറ്റി പഠിച്ച ഡാർവിൻ നടത്തിയ ഊഹനമുണ്ട്. അണു തലങ്ങളെപ്പറ്റി പഠിച്ച ഡാൽട്ടൺ നടത്തിയ ഊഹനമുണ്ട്. ഡാൽട്ടൺ അത് എഴുതി വയ്ക്കുമ്പോൾ അണുവിനെയും പരമാണുവിനെയും കടന്ന് ധനാണുവിനെയും ഋണാണുവിനെയും കർഷാണുവിനെയും കൃഷ്ണാണുവിനെയും കുറിച്ച് കണാതനപ്പുറത്തേക്ക് ശൈവതന്ത്രങ്ങൾ കടന്നുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ രചനരേഖകൾ കാപ്ര അൺകോമൺ വിസ്ഡത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ജെഫ്രി ചൂ, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഗണിതശാസ്ത്രത്തിൽ ഉജ്ജ്വലനായിരുന്നു. ചൂ തന്റെ പഠനങ്ങളിലൂടെ പോയപ്പോൾ ഇന്റഗ്രൽ കാൽക്കുലസിന്റെ ലോകങ്ങളിൽ ടോപ്പോളജിയെ സംബന്ധിക്കുന്ന ചില പഠനങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ ഇന്ന് ആധ്യാത്മികവാദികൾക്ക് ത്രിമധുരം കഴിക്കുന്നത് പോലെയാണ്. കാരണം ടോപ്പോളജി വെച്ച് ചൂ സങ്കല്പിച്ച സങ്കല്പനങ്ങൾ വേദാന്തികൾ പറയുന്ന സമാധാനതയ്ക്ക് ഈക്വലാണെന്നൊക്കെ ടോപ്പോളജി പഠിക്കാത്ത ജനങ്ങളോട് പറയുമ്പോൾ നിങ്ങളങ്ങ് വിശ്വസിച്ച് വശാവും. എന്നാൽ പോയി ഈ പുസ്തകമൊന്നും മേടിച്ച് വായിക്കാൻ നിങ്ങൾ തയ്യാറാവുകയില്ല. ഞാൻ പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഉടനെ ഇത് മുഴുവനങ്ങ് വിഴുങ്ങും. ഒന്ന് ഗണിതശാസ്ത്രം ഇനി പഠിച്ചു വരാൻ നിങ്ങൾക്ക് സമയമെടുക്കും. ശരിയല്ല. ഞാൻ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലയോ എന്ന് നിങ്ങൾക്കറിയില്ല. അത്രയും ഭാഗം മാത്രം കാണാതെ പഠിച്ചാലും എനിക്കൊരു പ്രസംഗം തയ്യാറാക്കാം. മനസ്സിലായില്ല? അത്രയേ വേണ്ടൂ. ടോപ്പോളജി എന്നൊരു പദവും പിന്നെ കുറെ ഗ്യാസും മതിയാവും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇന്റഗ്രേഷൻ എന്താണ്, ഡിഫറൻസിയേഷൻ എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. മനസ്സിലാവുമെന്നറിയില്ല. ഒരു ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതൊക്കെ ഓർമ്മയുള്ളവരുണ്ടോ? കുറച്ച് ഗണിതം അറിയുന്നവരെങ്കിലും. ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലൊന്ന് കൈവക്കിയാൽ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു വിഡ്ഢിത്തമായി മാറും. 2, 3, 4 ഈ കെമിസ്ട്രി അല്ലേ? കണക്കിന്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? കണക്കിന്റെ ക്ലാസ്സിൽ പന്തളം കോളേജിനടുത്തുള്ള കശുമാവേലൊക്കെ ആയിരുന്നു എന്ന് അന്ന് നമ്മളവിടെ പോയപ്പോൾ സാറ് പറഞ്ഞായിരുന്നു.
ആ സാറൊന്നും ജനിച്ചിട്ടില്ല, പിന്നെ നിന്റെ പ്രവർത്തനമൊക്കെ പറഞ്ഞു എന്നുണയൊന്നും പറഞ്ഞല്ല. ആ ഡോക്ടറൊക്കെ സാക്ഷിയാണ്. പന്തളം കോളേജിൽ പോയപ്പോൾ നിങ്ങളതും ഞാൻ അതിശയോക്തി പറഞ്ഞാണെന്നൊന്നും വിചാരിക്കണ്ട. ഒരു മാസം മുമ്പ് പന്തളം കോളേജിൽ പോയപ്പോൾ ഉണ്ടായ സംഭവമായി പറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് തരുന്ന കാസറ്റിന്റെ കൂടെ പന്തളം കോളേജ് എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ അതിരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഡിഫറൻസിയേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നമുക്ക് അത്രയൊരു ഇക്വേഷനെ ആദ്യം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് പ്ലസ് 3x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 8. എഴുതിയോ? പേപ്പറിലെഴുതും. അല്ലെങ്കിൽ അത് കുളമാവും. കണക്കറിയാവുന്നവർ മാത്രം എഴുതിയാൽ മതി, അല്ലാത്തൊരു രീതി കുളമാകണ്ട. കണക്കറിയാവുന്നവർ മാത്രം എഴുതിയാൽ മതി. എക്സ് റൈസ് ടു 4 പ്ലസ് 3x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 8. Now y dash is equal to, say d by dx of y, dy by dx, or y dash is equal to 4x cube plus 9x square plus 4x plus 1 plus 0. That is the step. Agreed? Then വീണ്ടും y2 dash is equal to y2 dash, again differentiating the equation. y2 dash is equal to 12x square plus 18x plus 4 plus 0 plus 0. അത് വിട്ടേക്കുക. സോ പ്ലസ് 4. ഡിഫറൻഷിയേറ്റ് ചെയ്തത് 12x സ്ക്വയർ പ്ലസ് 18x പ്ലസ് 4. Then again differentiating, y3 dash is equal to, is it not? y3 dash is equal to 24x plus 18 plus, again differentiating, y4 dash is equal to y4 dash samam 24. Is it not? 24. ഇനി നമുക്കാകെ ഒരു ഇക്വേഷൻ തരുന്നു. y4 dash is equal to 24. Going to the primitive, നിങ്ങളല്ല ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്തിച്ചത് എങ്കിൽ, ഇതിന്റെ പാത നിങ്ങൾക്കറിയില്ലെങ്കിൽ, നിങ്ങളോടിത് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രിമിറ്റീവിലേക്ക് എത്താൻ പറഞ്ഞാൽ, ഡിഫറൻഷിയേറ്റ് ദ തിങ്സ്, integration, integrate the things. So integrate to see the primitive. പുറകോട്ട് പോയാൽ y3 dash is equal to y3 dash is equal to
What is y3 dash? 12x എന്തെല്ലാം ആകാം. 6x² ആകാം അല്ലേ? 6x² ആകാം. Then 4x³ ആകാം. Then 2x⁴ ആകാം. എത്ര സാധ്യതയാണ്? So to see the primitive, the leading principle is uncertain. മനസ്സിലായില്ല? ഇതിലൊക്കെ അപകടകരമായ ഒന്ന്, ഓരോ സ്റ്റേജിലും മൺമറഞ്ഞു പോയ കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട്. So as far as the integration is concerned, each and every constant is a variable. മനസ്സിലാകുന്നില്ല? You can attribute any value to a constant means it is not a constant. The concept of constant fades. Am I right mathematically? മാത്തമാറ്റിക്സിന്റെ ആളുകൾ പ്രിമിറ്റീവിലേക്ക് പോവില്ല. അതുകൊണ്ട് ഗംഭീരനായ ജഫ്രിച്ചു പഠനങ്ങളെ വളരെ നടത്തി. ഒരു തമാശ കലർത്തി ഇവർക്കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഗണിതയുക്തിയെ ഇവർക്കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, y = fx എന്ന ഒരു ഫംഗ്ഷൻ, ഇറ്റ്സ് എ ഫംഗ്ഷൻ. ദർ ആർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് യു നോ അല്ലേ? y = fx എന്ന ഒരു ഫംഗ്ഷൻ ഒരു ഉഴുന്നുവടയുടെയും അതേ വലിപ്പമുള്ള വളയുടെയും ഈക്വലാണ്. Am I right? Am I right? y = fx എന്ന ഒരു ഇക്വേഷൻ ഒരു വൃത്തത്തിൻ്റെത് ആണ്, വളയുടെ ഫംഗ്ഷനും ഉഴുന്നുവടയുടെ ഫംഗ്ഷനും. അഗ്രി? ഉഴുന്നുവട തിന്നാം, വള തിന്നാൻ പറ്റില്ല. ഇക്വേഷനെ രൂപപ്പെടുത്തി കണ്ടെത്തുമ്പോൾ പ്രിമിറ്റീവ്സ് ഈക്വൽ ആവും. മനസ്സിലായില്ല? അങ്ങനെ വരുന്ന പോലെ അല്ലിത്. ആ പ്രിമിറ്റീവ്സ് ഈക്വൽ ആവും. അപ്പൊ ഇത് ഗണിത വിദ്യാർത്ഥി ഇരുന്ന് ഉഴുന്നുവട ഈസ് ഈക്വലന്റ് ടു വള എന്ന മട്ടിലകത്തിരുന്ന് പറഞ്ഞാൽ, ഇത് കേട്ട് വിവരമില്ലാത്തൊരമ്മ വള പൊടിച്ച് തിന്നാനൊരുങ്ങിയാൽ മനസ്സിലായില്ല? ഈക്വലാണ് ഇക്വേഷൻ. ഞാൻ ആ പദം ഉപയോഗിക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഇക്വേഷൻസ് ആർ ഈക്വൽ, എക്സാക്ട്ലി ഈക്വൽ. അല്ലെങ്കിൽ അത് ഇക്വേഷൻ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വേറ്റിംഗ്. അതിന്റെ തലം രണ്ടും രണ്ടാണ്. ഷൂ തന്റെ പരീക്ഷണങ്ങളിലൂടെ ടോപ്പോളജിയിൽ മുന്നോട്ട് പോയപ്പോൾ കണ്ടെത്തിയ സത്യങ്ങളെ വെച്ചുകൊണ്ട് ഗംഭീരനൊരു പ്രസംഗം പാരീസിൽ നടത്തുകയുണ്ടായി. സയൻസ് കോൺഗ്രസിൽ മകനെ കൂടെ വിളിച്ചിരുന്നു. മട്രിക്കുലേഷന് പഠിക്കുന്ന മകൻ കൂടെ ഉണ്ടായിരുന്നു. മകന് ഈ പ്രസംഗം കേൾക്കാൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്നു.
തന്തയാരുടെ പ്രസംഗം കഴിഞ്ഞ് കാറിലേക്ക് വന്നിരുന്നവൻ മകൻ ചോദിച്ചു, ഓ ഇന്നലെ രാത്രിയിൽ ഇതിനാണ് തന്തപ്പടി ഉറക്കിളച്ചതില്ലേ എന്ന് ചോദിച്ചു. വളരെ സുഹൃബന്ധത്തോടെ ചോദിച്ചു, എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. എന്റെ പുസ്തകം അച്ഛൻ കട്ടു വായിച്ചില്ല എന്ന് ചോദിച്ചു. ഏതാ നിന്റെ പുസ്തകം എന്ന് ചോദിച്ചു. അയാള് ഐച്ഛികം എടുത്തത് ഇന്തോളജിയാണ്. അതില് മഹായാന ബുദ്ധമതമായിരുന്നു പുസ്തകം. There is nothing fundamental in this universe എന്ന ബേസിക് കൺസെപ്റ്റ് വെച്ചാണ് ചു തുടങ്ങുന്നത് തന്നെ. ഇത് അവന്റെ പുസ്തകത്തിലെ ആദ്യത്തെ സെന്റൻസുമാണ്. ചുവുമായി ഇന്റർവ്യൂ ചെയ്തിട്ട് കാപ്ര തന്റെ അൺകോമൺ വിസ്ഡത്തിൽ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ റിലവൻസ് ഒന്നുകൊണ്ട് മാത്രം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാനാവില്ല. അപ്പൊ ശാസ്ത്രത്തിന്റെ ഈ ഒരറിവ് ഗണിതയുക്തിയിലുണ്ടായാൽ ചു തുടർന്നു പറയുന്നതെല്ലാം സ്വീകരിക്കാൻ ഒരുപക്ഷെ ലോകം തയ്യാറാവും. അതിന്റെ ഗണിതയുക്തികൾ മുഴുവൻ പഠിക്കാതെ ജനത്തിന് അത്രേ ആവശ്യമുള്ളൂ. ആചാരങ്ങൾക്കും ഈ പരിമിതികൾ ഉണ്ടാവും. ശാസ്ത്രത്തിന്റെ അറിവുകൾക്കും ഈ പരിമിതികൾ ഉണ്ടാവും. ഏതൊന്ന് സമഗ്രതയിലാണ് എന്ന് നോക്കിയാൽ ഈ പരിമിതികളെ ഉല്ലംഘിക്കാം. അഹമെന്നത് പരിമിതമായ അഹത്തിൽ നിന്ന് അപരിമിതമായ വിശ്വാസത്തിലേക്ക്, വൈശ്വാനര ദർശനത്തിലേക്ക് വികസിക്കുമെങ്കിൽ ഒരുവനിതിനെ ഉല്ലംഘിക്കാം. അതിലേക്ക് ഉയർന്നു നിന്നിട്ട് വേണം ഏതൊരു ദുരാചാരത്തെയും ഏതൊരു സദാചാരത്തെയും ഏതൊരു അനാചാരത്തെയും വ്യക്തി നേരിടാൻ. ക്ലിയർ? മറ്റതൊക്കെ ഊഹനമാണ്. ഡാൽട്ടന്റെ പോസ്റ്റുലേറ്റ് തന്നെ ഒരു ഊഹനമാണ്. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. അതിനു മുമ്പ് തന്നെ ഈ മഹായാനക്കാര് ആറ്റത്തിന്റെ ഡിവിഷന്റെ അപ്പുറം വരെ പോവുകയും ചെയ്തിരുന്നു. അത് മനസ്സുമായുള്ള ബന്ധവും അവർ കണ്ടെത്തിയിരുന്നു. അത് ആചാരവുമായിരുന്നു. ക്ലാസിക്കൽ ഫിസിക്സ് വരുമ്പോൾ ആചാരത്തിലേക്ക് തിരിച്ചു മടക്കാൻ പ്രയാസം വരും. കാരണം നിങ്ങളുടെ വീടുകളിലൊക്കെ അഴുത പറിക്കുമ്പോൾ, മുക്കുറ്റി പറിക്കുമ്പോൾ, പേരക്ക പറിക്കുമ്പോൾ ഒക്കെ ആചാരത്തിൽ ചില നിഷ്ഠയുണ്ട്. കദളിവാഴ, ഏത്തവാഴ, അതിന്റെ അടുക്കൽ പോകുന്ന സ്ത്രീകൾ, പുരുഷന്മാർ കഴിയില്ല. തൊട്ടുരിയാടാതെ മുക്കുറ്റിയും തിരുതാളിയും നിലമ്പരണ്ടിയും ഒക്കെ പറിക്കണം. ഇങ്ങനെയൊക്കെ ചില ആചാരം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? കേട്ടിട്ടില്ല? ഒരാൾ വർത്തമാനം പറഞ്ഞാൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുമെന്നാണ് പ്രാചീന ആയുർവേദ ആചാര്യന്മാർ വിശ്വസിച്ചിരുന്നത്. അതിന്റെ പ്രഭാവം മാറും. അതിനവർ ഉപയോഗിച്ച പദം പ്രഭാവമെന്നാണ്. വിജാതീയ പ്രത്യാരബ്ധം, സജാതീയ പ്രത്യാരബ്ധം. ഇതാണ് അതിന്റെ സാങ്കേതിക സംജ്ഞ. വിജാതൃ പ്രത്യാരബ്ധം, സജാതൃ പ്രത്യാരബ്ധം, രണ്ടെണ്ണമാണ്. അപ്പൊ അത് നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ വാക്ക് ഇവ കൊണ്ട് മാറും. ഓട്ടുപാത്രങ്ങള് വെള്ളോടിന്റെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം വളരെ അപൂർവമാണ്. ഇപ്പൊ ഉണ്ടാക്കാൻ അറിയുന്നവരില്ല. വെള്ളോട്, വെള്ളോടെന്ന് പറഞ്ഞ് ഓട്ടുപാത്ര കടകളിൽ കിട്ടുന്നത് വെള്ളോടല്ല, അത് വേറെ സാധനമാണ്. അത് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഈ ഇതിന്റെ കൊളുത്ത് കൊണ്ടുപോകുന്നത് ഉരുക്കിയിട്ട് വരുന്ന ഒരു സാധനമാണ്. അതിനകത്തെല്ലാം പെടും. വെള്ളി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ വെള്ളോടെന്ന് പറയുന്നത്. അത് മൂശയിലേക്ക് ഉരുക്കി ഒഴിക്കുമ്പോൾ ഒരു ചുറ്റും മറച്ചു കിട്ടും. ആരും കാണാനൊന്നും സമ്മതിക്കില്ല.
അത് ഉരുകി വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് രൂപാന്തരപ്പെടുന്നത് ശരിയായിട്ടായിരിക്കില്ല എന്ന് കടുത്ത വിശ്വാസം ആ പണി ചെയ്യുന്നവർക്കുണ്ട്. കരുവാൻ, മൂശാരി, കരുവാനല്ല, സോറി, മൂശാരി. ഒരു വളരെ വലിയ പ്രാർത്ഥനയോടെയൊക്കെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞേ ഒരു ഭക്ഷണം കഴിക്കുള്ളൂ. കുടുംബസമേതം അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്തുനിന്ന് വരുന്നവരാരെങ്കിലും ഉണ്ടോ? ശരിയാണോ? അപ്പൊ അതിന്റെ കാരണം അതാണ്. അത് വാക്കുകൊണ്ട് മാറിപ്പോകും. അവരത് അന്ധവിശ്വാസം പോലെ കൊണ്ടുവന്ന ആചാരമാണ്. ശാസ്ത്രം വികസിച്ചപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുകയുണ്ടായി. ശാസ്ത്രം അടുത്ത സ്റ്റേജിലേക്ക് വികസിച്ചപ്പോൾ ഒരു ഫോട്ടോൺ നിങ്ങൾ നോക്കിയാൽ ആ ഫോട്ടോണിന്റെ വേഗതയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ദിശ മാറും. ദിശയെ ശ്രദ്ധിച്ചാൽ വേഗത മാറും. സോ മച്ച് സോ ദാറ്റ് velocity is a variable, it is not a constant. So much so that E is equal to mc square is wrong. C is the velocity of light, that is a constant according to Einstein. Now C is variable here. അല്പം ഇംഗ്ലീഷ് ഉപയോഗിച്ചേക്കാമെന്ന് വെച്ചത് എല്ലാവർക്കും മനസ്സിലാകണ്ടെന്ന് വെച്ചാൽ ഭ്രമം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചാൽ. ഭ്രമം വേണ്ടാന്ന് മനസ്സാ വിചാരിച്ചിട്ടാണ്. ശരിയാണോ? മനസ്സിലായി? വെറും ഫോട്ടോണിനെ ഒബ്സർവ് ചെയ്താൽ ഒബ്സർവറുടെ ഇച്ഛ ഫോട്ടോണിൽ കടന്നുകൂടും. അങ്ങനെയെങ്കിൽ രോഗമുണ്ട് എന്ന് വിചാരിക്കുന്ന ഞാൻ, എനിക്ക് രോഗമുണ്ടെന്ന് വിചാരിക്കുന്ന റേഡിയോളജിസ്റ്റ് എന്നെ കയറ്റിക്കിടത്തി ഫോട്ടോൺ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിൽ എന്റെ രോഗമാണോ കാണുന്നത്, എന്റെയും അയാളുടെയും വിചാരമായിരിക്കുമോ കാണുന്നത്? അതിനൊക്കെ സങ്കേതങ്ങൾ ശാസ്ത്രലോകത്തുണ്ട്. ഒബ്സർവറുടെ ഒബ്സർവേഷൻ കൊണ്ട് മാറുമെന്ന് നീൽസ് ബോറും വർണർ ഹൈസൻബർഗും ഒക്കെ ചേർന്ന് നടത്തിയ നിർണായകമായ ഒരു പരീക്ഷണം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഒരു ലോണിൽ 5 പേർ ഒരേ സമയം അതിനെ നോക്കുമ്പോൾ 5 കാഴ്ചകളാണ് കണ്ടത്. അന്ധനാനയെ കണ്ടതുപോലെ. 5 പേരും ശാസ്ത്രജ്ഞന്മാരാണ്. 5നെയും കോഡിഫൈ ചെയ്യാൻ മോണിറ്റർ ചെയ്യുന്ന ഒരാൾ വേറെയുമുണ്ട്. ശാസ്ത്രവും ആചാരവുമൊക്കെ എത്രത്തോളം തനിക്കും ഭാവിക്കും ലോകത്തിനും പ്രയോജനപ്രദമാണെന്ന് നോക്കുക എന്നുള്ളതിനപ്പുറം ഗതീയത വിഷമവൃത്തം